നമസ്കാരം. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറുകയും വലിയൊരു താരമായി മാറുകയും ചെയ്ത ഒരുപാട് താരങ്ങളുണ്ട്. ഇക്കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള നടിയാണ് അസിൻ. നടി അസിനെ ആരാധകർ കണ്ടിട്ട് ഏറെ കാലമായി. വിവാഹശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് അസിൻ. കുടുംബജീവിതത്തിനാണ് മുൻ താരറാണി ഇന്ന് പ്രാധാന്യം നൽകുന്നത്. മലയാളത്തിലൂടെ അരങ്ങേറിയ അസിൻ അധികം വൈകാതെ തമിഴിലെ സൂപ്പർ നായികയായി മാറി. തമിഴിൽ തിളങ്ങി നിൽക്കുകയാണ് അസിൻ ഹിന്ദിയിലേക്ക് എത്തുന്നത്. ഹിന്ദിയിലും വലിയ ഹിറ്റുകൾ സമ്മാനിക്കാനും സൂപ്പർ നായികയായി മാറാനും അസിന് സാധിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സൽമാൻ ഖാൻ, അമീർ ഖാൻ, അക്ഷയ് കുമാർ തുടങ്ങിയ വലിയ താരങ്ങളുടെ നായികയായി അഭിനയിക്കാൻ അസിന് സാധിച്ചു. കരിയറിൽ തിളങ്ങി നിൽക്കവെയാണ് അസിൻ വിവാഹിതയാകുന്നത്. വിവാഹത്തിന് ശേഷം അസിൻ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് അസിൻ. താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ അസിൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. അതേസമയം വെള്ളി വെളിച്ചത്തിൽ നിന്നുമുള്ള അസിന്റെ അപ്രതീക്ഷിതമായ പിൻവാങ്ങൽ ആരാധകരെ ഇന്നും ആശങ്കയിലാക്കുന്ന വിഷയമാണ്. തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിച്ച് കരിയറിന്റെ പീക്കിൽ നിൽക്കെയാണ് അസിൻ പിന്മാറുന്നത്. ഇപ്പോഴത്തെ അസിന്റെ കരിയറിൽ സംഭവിച്ചത് എന്തെന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയ ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. അസിന്റെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമാവലിന് പിന്നിൽ കത്രീന കൈഫും കരീന കപൂറുമാണെന്ന് പോസ്റ്റിൽ പറയുന്നത്. അസിൻ എവിടെ നിന്നോ വന്ന് അമീർ ഖാനൊപ്പം ഗജനി ചെയ്തു. പിന്നെ സൽമാൻ ഖാനൊപ്പം റെഡ്ഡിയും അക്ഷയ് കുമാറിനൊപ്പം ഹൗസ്ഫുൾ 2ഉം ചെയ്തു. വളരെ വേഗത്തിലാണ് മുൻനിര നായികയാകുന്നത്. ഈ സമയം കത്രീന കൈഫിനും കരീന കപൂറിനും അവരോട് അസൂയ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കരീന ആ സമയത്ത് 3 ഇഡിയറ്റ്സും ജബ് വി മെറ്റുമൊക്കെ ചെയ്തു നിൽക്കുകയാണ്. കത്രീന വാണിജ്യ സിനിമകളിലെ റാണിയായിരുന്നു. ആ സമയത്താണ് അസിൻ വരുന്നതും അതേ നായികമാരുടെ ശ്രദ്ധ നേടുന്നതും എന്നാണ് കുറിപ്പിൽ പറയുന്നത്. കരീന ഒരു പരിപാടിക്കിടെ അസിനെ അവഗണിച്ചതായി ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെ ഒരു മുൻനിര നടിക്ക് തെന്നിന്ത്യൻ നടിയുമായി ദേഷ്യമുള്ളതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തന്റെ പ്രൊജക്ടുകൾ അവരെ തേടിപ്പോകുന്നതായിരുന്നു ദേഷ്യത്തിന്റെ കാരണമായി പറഞ്ഞത്. എല്ലാവരും ആ തെന്നിന്ത്യൻ നടി അസിനാണെന്ന് ഊഹിക്കുകയും ചെയ്തിരുന്നു എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. സൽമാൻ ഖാനെ പോലുള്ള പ്രമുഖരുടെ ഗുഡ് ലിസ്റ്റിൽ അസിനെ പോലൊരു ഔട്ട്സൈഡർ സ്ഥാനം നേടിയത് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നാണ് അന്നത്തെ ചില റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അസിൻ മികച്ചൊരു നടിയായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. തെന്നിന്ത്യയിലും നല്ല പേര് നേടിയിരുന്നു. അസിനെക്കുറിച്ച് ആരും മോശമായി സംസാരിക്കുന്നത് കേട്ടിട്ടില്ലെന്നും ആരാധകർ പറയുന്നുണ്ട്. കഠിനാധ്വാനിയും നല്ല തിരക്കഥകൾ തെരഞ്ഞെടുക്കാനുള്ള മികവുമാണ് അസിനെ താരമാക്കുന്നത്. ഇന്നും അതുകൊണ്ട് അസിനെ ആരാധകർ ഓർത്തിരിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അസിന്റെ കരിയറിലെ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് അവരുടെ അച്ഛനായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം നടത്തിയ തീരുമാനങ്ങളാണ് അസിനെ തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും താരമാക്കുന്നത്. പിന്നീട് നല്ലൊരു വിവാഹാലോചനയ്ക്ക് എത്തിയപ്പോൾ ആ വഴി തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം അഭിമുഖങ്ങളിലും മറ്റും വ്യക്തതയോടെ സംസാരിക്കുന്ന അസിനെയും ആരാധകർ ഓർത്തിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നയൻതാര, തൃഷ, അസിൻ എന്നിവരാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയായിരുന്നത്. ഒരു സമയത്ത് ഏറെ കാലത്തിന് ശേഷം അസിന്റെ ഫോട്ടോ ആരാധകർ കണ്ടിരുന്നു. ഇതിന്റെ നയൻതാരയും തൃഷ ഒരുമിച്ചുള്ള ഫോട്ടോകളും പുറത്തു വന്നു. ഏറെ കാലത്തിന് ശേഷമാണ് തൃഷയെയും നയൻതാരയെയും ഒരുമിച്ച് കാണുന്നത്. കോളിവുഡിൽ വലിയ ചർച്ചകളാണ് ഈ ഫോട്ടോകൾ ഉണ്ടാക്കിയത്. തൃഷയും നയൻതാരയും അകൽച്ചയിലാണെന്ന് ഏറെക്കാലമായി സംസാരമുണ്ടായിരുന്നു. തൃഷ തന്റെ സുഹൃത്തല്ലെന്ന് ഒരിക്കൽ നയൻതാര പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് അകൽച്ച മറന്ന് ഇരുവരും സുഹൃത്തുക്കളായിരിക്കുന്നു. ഒരേ കാലഘട്ടത്തിൽ തമിഴ്, തെലുങ്ക് സിനിമാ രംഗത്ത് തിളങ്ങിയവരാണ് തൃഷ, നയൻതാര, അസിൻ എന്നിവർ. തൃഷ തമിഴകത്ത് നായികയായി വളരവെയാണ് അയ്യ എന്ന സിനിമയിലൂടെ നയൻതാരയുടെ വരവ്. പിന്നാലെ അസിനും എത്തി. തൊട്ടതെല്ലാം ഹിറ്റാക്കി മൂവരും കരിയറിൽ മുന്നേറി. മൂവരിൽ കുറെ കൂടി ജാഗ്രതയോടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത് അസിനാണ്. അച്ഛൻ ജോസഫ് തോട്ടുങ്കലിന്റെ സാന്നിധ്യവും സംരക്ഷണവും അസിന്റെ തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ കരിയറിലുടനീളം ഉണ്ടായിരുന്നു. നയൻതാര കരിയറിൽ തിരക്കുകളിലേക്ക് കടക്കുമ്പോഴേക്കും അച്ഛൻ അസുഖം വന്ന് കിടപ്പിലായി. കരിയറിൽ ഒറ്റയ്ക്കാണ് നയൻതാര തീരുമാനങ്ങൾ എടുത്തത്. തൃഷയ്ക്ക് അമ്മ ഉമാകൃഷ്ണൻ അന്നും ഇന്നും കരിയർ താങ്ങായൊപ്പമുണ്ട്. ഗജനിയുടെ വിജയത്തോടെ അസിന്റെ കരിയർ ഗ്രാഫ് കുതിച്ചു. നടി ഇതേ ചിത്രത്തിന് ഹിന്ദി റീമേക്കിലൂടെ ബോളിവുഡിലേക്ക് കടന്നു. മറുവശത്ത് തൃഷയും നയൻതാരയും തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തുടർന്നു. 2016 അസിൻ അഭിനയം രംഗം വിട്ടു. നയൻതാരയും തൃഷയും ഉറച്ച താഴ്ചകളുമായി കരിയറിൽ തുടർന്നു. ഇന്ന് രണ്ടുപേർക്കും സിനിമാ രംഗത്ത് ബഹുമാന്യ സ്ഥാനമുണ്ട്. അതേസമയം നടി അസിനെ ആരാധകർ കണ്ടിട്ട് ഏറെ കാലമായി. വിവാഹശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയാണ് അസിൻ. കുടുംബജീവിതത്തിനാണ് മുൻ താരറാണി ഇന്ന് പ്രാധാന്യം നൽകുന്നത്. മൈക്രോമാക്സ് സഹസ്ഥാപകനായിരുന്ന രാഹുൽ ശർമ്മയെയാണ് അസിൻ വിവാഹം ചെയ്തത്. 2016 ജനുവരി 19 അസിനും രാഹുൽ ശർമ്മയും വിവാഹിതരായത്. പ്രണയ വിവാഹമായിരുന്നു ഇത്. സിനിമാ നടിയെന്ന ഭാവങ്ങളൊന്നുമില്ലാത്ത അസിനെ രാഹുൽ ശർമ്മയ്ക്കും കോടിക്കണക്കിന് ആസ്തിയുള്ള വ്യവസായിയായിട്ടും സാധാരണക്കാരനായി പെരുമാറുന്ന രാഹുൽ ശർമ്മയെ അസിനും ഇഷ്ടമായി. വിവാഹ വാർഷിക ദിനത്തിൽ രാഹുൽ ശർമ്മ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു. സന്തോഷം നിറഞ്ഞ 10 വർഷങ്ങൾ. എന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള എല്ലാത്തിന്റെയും അവിശ്വസനീയമായ സ്ഥാപകയാണവൾ. അവളുടെ ജീവിതത്തിലെ ഒരു സഹനടന്റെ വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ്. എന്റെ പ്രിയപ്പെട്ടവളെ, 10ാം വാർഷികാശംസകൾ. നമ്മുടെ വീടും എന്റെ ഹൃദയവും ഒരു ഉയർന്ന വളർച്ചയുടെ സ്റ്റാർട്ടപ്പ് പോലെ നീ നയിക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും നിന്റെ ജീവിതത്തിലെ സെറ്റിൽ ഉണ്ടാകും.
നമുക്ക് ഒരുമിച്ച് അത്ഭുതകരമായ ഭാവി ഒരുക്കാമെന്നാണ് രാഹുൽ ശർമ്മയുടെ പോസ്റ്റ്. അസിന്റെ ഫോട്ടോകളും പങ്കുവച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം പഴയ ഫോട്ടോകളാണെന്ന് നെറ്റിസൺസ് പറയുന്നു. എന്തുകൊണ്ട് അസിൻ ഇപ്പോഴത്തെ ഫോട്ടോ പങ്കുവെക്കുന്നില്ലെന്ന ചോദ്യം വരുന്നുണ്ട്. വർഷങ്ങളായി അസിൻ തന്റെ ഫോട്ടോ പങ്കുവെക്കാറില്ല. പാപ്പരാസികളൊന്നും അസിനെ കാണാറുമില്ല. എങ്ങനെ അസിന് ഇവരിൽ നിന്നെല്ലാം മുഖം മറയ്ക്കാൻ പറ്റുന്നു എന്ന ചോദ്യവുമുണ്ട്. ഇന്നത്തെ അസിൻ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തമിഴ്, തെലുങ്ക് സിനിമകൾ അത്രത്തോളം ആഘോഷിക്കപ്പെട്ട നടിയാണ് അസിൻ. മലയാള ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ എന്ന സിനിമയിലൂടെയാണ് അസിൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ചിത്രത്തിൽ സഹനായിക വേഷമായിരുന്നു അസിന്. പിന്നീട് ഒരു മലയാള ചിത്രത്തിലും അസിൻ അഭിനയിച്ചിട്ടില്ല. പോക്കിരി, ഗജനി, ദശാവതാരം തുടങ്ങിയവയാണ് അസിന്റെ വൻ ഹിറ്റായ തമിഴ് സിനിമകൾ.